കണ്ണൂരെ ബോംബ് സ്ഫോടനത്തിന്റെ പേരിൽ നിയമസഭയിൽ സർക്കാരിനെയും CPM-നെയും കടന്നാക്രമിച്ച് പ്രതിപക്ഷം ക്രിമിനലുകളെ രക്തസാക്ഷികളാക്കി സ്മാരകം നിർമ്മിക്കുകയാണെന്നാണ് വിമർശനം. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിച്ച ചരിത്രമുണ്ടെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. കണ്ണൂർ തലശ്ശേരി എരിഞ്ഞോളിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വയോധികനായ വേലായുധൻ മരിച്ച സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. തലശ്ശേരിയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും തെളിവുകൾ നശിപ്പിച്ച ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സണ്ണി ജോസഫ് ആരോപിച്ചു. CPIM-ന് നിലവിലെ ചിഹ്നം നഷ്ടപ്പെട്ടാൽ ബോംബ് ചിഹ്നമാക്കാമെന്ന് പരിഹാസം. ഇത് CPM-ന്റെ നേതൃത്വത്തിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതലായിട്ട് ബോംബ് നിർമ്മാണം നടക്കുന്നത്. വളരെ തെളിഞ്ഞ കാര്യമാണ്, പ്രകടമായുള്ള കാര്യമാണ്. AK ബാലൻ വേവലാതിപ്പെട്ടു, ഈ ചിഹ്നം നഷ്ടപ്പെട്ടാൽ ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ചിഹ്നമാകേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഷാബി പറഞ്ഞത്, അങ്ങനെ പോയാൽ ചിഹ്നം പോയാൽ ബോംബ് ചിഹ്നമാക്കാം എന്ന് നിങ്ങളെ ആക്ഷേപിച്ച് പറയേണ്ടതായിട്ട് വന്നു. കണ്ണൂരിലെ CPIM ബോംബ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം പറഞ്ഞ സണ്ണി ജോസഫിന് സ്പീക്കറുടെ താക്കീത്. ഇതെല്ലാം 10-15 കൊല്ലം മുമ്പുള്ള ചരിത്രം പറയലെല്ലാം 10-15 മുമ്പുള്ള ചരിത്രം പറയല അടിയന്തര പ്രമേയം. 10-15 മുമ്പുള്ള ചരിത്രം പറയല അടിയന്തര പ്രമേയം. അടിയന്തര വിഷയങ്ങൾ പറയാം. 20 കൊല്ലം മുമ്പുള്ള ചരിത്രം പറയല അടിയന്തര പ്രമേയം. തലശ്ശേരിയിലെ സംഭവത്തിൽ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. കണ്ണൂരിൽ പോലീസ് പരിശോധന ഊർജിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിവിധ തരം ബോംബുകൾ പ്രദർശിപ്പിച്ച ചരിത്രമുണ്ടെന്ന് തിരിച്ചടിച്ചു. പഴയ ചരിത്രം പരിശോധിച്ചാൽ എവിടുന്നാണ് ബോംബിൻ്റെ തുടക്കം എന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നമ്മളെല്ലാറ്റിനും രാഷ്ട്രീയ നിറം ചാർത്തി അത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇത്തരം കുറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിൽ മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാവും, ഗൗരവമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും, ശക്തമായ റെയ്ഡ് വേണമെങ്കിൽ റെയ്ഡ് അടക്കം നടത്തിക്കൊണ്ടുള്ള നടപടികൾ ഇവിടെ സ്വീകരിക്കും. പാർട്ടി ഗ്രാമങ്ങളിൽ കുടിൽ വ്യവസായം പോലെ ബോംബ് നിർമ്മിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രത്യേക സാഹചര്യത്തിലുള്ള സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ തുറക്കരുതെന്ന നിർദ്ദേശം സർക്കാർ നൽകണമെന്നും പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. സർക്കാർ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം, സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ അത് പ്രത്യേക സാഹചര്യത്തിൽ തുറന്നു നോക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കേരളത്തിലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് കൊടുക്കണം. ദുരൂഹമായ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങളൊന്നും ആരും തുറന്നു നോക്കരുത് എന്ന് പറയണം. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. 24 തിരുവനന്തപുരം.